നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിയറോ സിരിയയിൽ ഇൻ്റർനാസിയോണലിനോട് സാൻഡോസ് പരാജയപ്പെട്ടെങ്കിലും ആ കളിയിൽ നെയ്മർ ജൂനിയർ മികച്ച പ്രകടനമാണ് നടത്തിയത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. ഇതാ എതിർ ടീമിൻ്റെ കോച്ച് തന്നെ അത് സമ്മതിക്കുന്നു. അദ്ദേഹം തന്നെ അത് തുറന്നു പറയുന്നു. നെയ്മർ മികച്ച പ്രകടനമാണ് നടത്തിയത്. എതിർ ടീമിൻ്റെ കോച്ച്, ഇൻ്റർനാഷണലിൻ്റെ കോച്ച് റോജർ മെച്ചേഡോ മാർക്കേഴ്സ് പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ഒരു കളിയിൽ നെയ്മർ ജൂനിയർ നിരവധി അവസരങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹം നിരവധി ഹെഡറുകൾ ഗോൾ വലയെ ലക്ഷ്യമാക്കി ഉതിർത്തിട്ടുണ്ടായിരുന്നു. ഒടുവിൽ അവസാന ഘട്ടത്തിലുണ്ടായിട്ടുള്ള ആ ഒരു ഗോളാണോ അല്ലയോ എന്നുള്ള തർക്കം, അതൊക്കെ ഈ ഒരു മത്സരത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. അപ്പോൾ ഈ കളിയിലെ നെയ്മറുടെ പ്രകടനത്തെക്കുറിച്ച് ഇതാ അവരുടെ കോച്ച് തന്നെ തുറന്നു പറയുകയാണ്. അപ്പം റോജർ മെച്ചാഡോ കളിക്ക് ശേഷം പറഞ്ഞ വാക്കുകൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, നെയ്മർ പ്ലേഡ് വെൽ. ഒരു സംശയവും വേണ്ട, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. നെയ്മർ നന്നായിട്ട് കളിച്ചു, നന്നായിട്ട് ഡ്രിബിൾ ചെയ്തു, ബോക്സിലേക്ക് അദ്ദേഹം കടന്നു കയറി, മികച്ച പ്രകടനമാണ് നെയ്മർ നടത്തിയത്. പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്ലേയിങ് രീതി ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അലൻ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്തിരുന്നു. സോ എന്തായാലും മികച്ച ഒരു പ്രകടനം നടത്തി ഞങ്ങൾക്ക് കളി വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അതോടൊപ്പം നെയ്മറുടെ പ്രകടനത്തെ ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നാണിപ്പോൾ റോജർ മെച്ചാഡോ പറയുന്നത്. ഒരു സംശയമില്ല, അതിപ്പോൾ എതിർ ടീമിൻ്റെ താരമാണെങ്കിലും കോച്ചാണെങ്കിലും ഒക്കെ സമ്മതിക്കും. നെയ്മർ ഈ കളിയിലും മികച്ച പ്രകടനമാണ് നടത്തിയത്. കഴിഞ്ഞ കളിയിൽ മിറാസോളിനെതിരെ തോറ്റിരുന്നു. ഫ്ലമിംഗോക്കെതിരെ വിജയിക്കുമ്പോൾ നെയ്മറുടെ വകയുള്ള ഗോളാണ് സാൻഡോസിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ ഇപ്പോൾ തുടർച്ചയായി 2 കളികൾ തോൽക്കുമ്പോൾ സാൻഡോസിൻ്റെ ആരാധകർ തന്നെ അതിശക്തമായ രൂപത്തിൽ ക്ലബിനെതിരെ തിരിഞ്ഞ ഒരു അവസ്ഥയാണുള്ളത്. വലിയ പ്രൊട്ടസ്റ്റുകൾ അവിടെ നടക്കുന്നു. ഇന്നത്തെ കളിക്കൊക്കെ ശേഷം അതുണ്ടായി. ഏതായാലും തിരികെ വന്നേ പറ്റൂ. നെയ്മർ ജൂനിയർ കളിക്കുന്ന ഒരു ടീം ഒരു ലീഗിൽ റെലഗേഷൻ സോണിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. നിലവിൽ ഇപ്പം 15 കളികൾ കഴിഞ്ഞു. അതിൽ 14 പോയിൻ്റേ ഉള്ളൂ സാൻഡോസിന്. 17ാം സ്ഥാനത്ത് റെലഗേഷൻ സോണിൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.